ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് മരണസമയത്ത് ഉണ്ടായ ഒരു വിചിത്രമായ അനുഭവം. വിചിത്രമായ അനുഭവം എന്ന് പറയാൻ പറ്റില്ല. കാരണം മരണസമയത്ത് ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്ന് പറയുമ്പോൾ പലരും വിശ്വസിക്കില്ല, എന്നാൽ അനുഭവമുള്ളവർ വിശ്വസിക്കും. അങ്ങനെ ഒരു അനുഭവം കേട്ടപ്പോൾ പങ്കുവെക്കണം എന്ന് തോന്നി. എൻ്റെ ചുമതല തന്നെ പരലോകം, ശുദ്ധീകരണ സ്ഥലം ഉണ്ട് എന്നും അവിടെ കണക്ക് കൊടുക്കേണ്ടി വരും എന്നുള്ള ഒരു ബോധ്യമാണ് ഞാൻ എല്ലാവർക്കും നൽകിക്കൊണ്ടിരിക്കുന്നത്. വേറെ കാരണം കൊണ്ടൊന്നുമല്ല, ഞാൻ തന്നെ കുറേ കാര്യങ്ങൾ കണ്ടതുകൊണ്ട് ഇത് ലോകത്തെ അറിയിക്കണം എന്ന് തോന്നിയിട്ടാണ് ഈ അസുഖത്തിൻ്റെ അവസ്ഥയിലും ഞാനിങ്ങനെ അനുഭവങ്ങൾ പങ്കുവെക്കുന്നത്. കാരണം ഞാൻ അടുത്ത് തന്നെ ശുദ്ധീകരാത്മാവാകുമ്പോൾ എനിക്ക് നേരെ ഒരു ക്വസ്റ്റ്യൻ വരും, എന്തുകൊണ്ട് നീ ഇത് ലോകത്തെ അറിയിച്ചില്ല എന്ന്. ഈ മീഡിയ വരുന്നതിനേക്കാൾ മുമ്പ് യൂട്യൂബിലേക്ക് 8 വർഷമായിട്ടുള്ളൂ ഞാൻ ക്ലാസ് ഇങ്ങനെ അനുഭവങ്ങൾ പങ്കുവെക്കാൻ തുടങ്ങിയിട്ട്. അതിനു മുമ്പും ധ്യാനങ്ങൾ നടത്തുന്ന ടീമായിട്ട് ഞാൻ പോകുമ്പോഴും എൻ്റെ മെയിൻ വിഷയം ശുദ്ധീകരണ സ്ഥലവും പരിശുദ്ധ കുർബാനയുമായിരുന്നു. അതിപ്പോൾ മീഡിയ ത്രൂ ചെയ്യാനായിട്ട് ദൈവം അനുവദിച്ചപ്പോൾ അങ്ങനെയാണ് കർത്താവ് ഉദ്ദേശിക്കുന്നത് എന്ന് എനിക്ക് കൊറോണയുടെ സമയത്ത് മനസ്സിലായി. പ്രിയ കൂട്ടുകാരെ, ഞാൻ പറഞ്ഞു വരുന്നത് ഈ ശുദ്ധീകരണ സ്ഥലം, പരലോകം, അവിടെയുള്ള വിധി, ഇതൊക്കെ സത്യമാണ് എന്ന് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് ദർശനങ്ങളിൽ കാണുന്നത് കൊണ്ട് ഇങ്ങനെ മരണാസന്നരുടെ ആ ഒരു അനുഭവം എനിക്ക് ഒരുപാടുണ്ടായിട്ടുള്ളത് കൊണ്ടും ഞാൻ ഈ അനുഭവം ഒന്ന് നിങ്ങൾക്ക് പങ്കുവെക്കാം എന്ന് വിചാരിച്ചതാണ്. മാത്രമല്ല, ഞാനിങ്ങനെ മറ്റുള്ളവരുടെ അനുഭവം പങ്കുവെക്കുമ്പോൾ എനിക്ക് തന്നെ ഒരു സംതൃപ്തിയാണ്. കാരണം ഇത് എനിക്ക് മാത്രമല്ല ഉണ്ടായിട്ടുള്ളത്, പലർക്കും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അവർ തന്നെ പറയും, ചേച്ചി ഈ അനുഭവം ഒന്ന് പറയ്, ഞങ്ങൾക്ക് ചെന്ന് പറയാൻ പറ്റില്ലല്ലോ, അതൊന്ന് പറയോ എന്ന് ചോദിക്കുന്നത് കൊണ്ട് ആണ് ഞാനിങ്ങനെ മറ്റുള്ളവരുടെ അനുഭവങ്ങളൊക്കെ നിങ്ങൾക്ക് പങ്കുവെച്ച് തരുന്നത്. പ്രിയ കൂട്ടുകാരെ, ഇത് മരണാസമയത്തുണ്ടായ ഒരു അനുഭവമാണ്. ഈ ഒരു അനുഭവം ഒരു 81 വയസ്സുള്ള വയസ്സെനിക്ക് കൃത്യം ഓർമ്മയില്ല, ഒരു അമ്മച്ചി മരിക്കുമ്പോൾ ഉണ്ടായിട്ടുള്ള അനുഭവമാണ് കേട്ടോ. 43 കൊല്ലം മുമ്പാണ് ഈ അമ്മച്ചി മരിച്ചിട്ടുള്ളത്. അപ്പോൾ 1981, വയസ്സല്ല 81 മരിച്ചത്. അപ്പോൾ 43 കൊല്ലം മുമ്പ് ഒരമ്മച്ചി മരിക്കുമ്പോൾ ഉണ്ടായ കാര്യമാണ് ഈ പറയുന്നത്. അന്ന് ഇങ്ങനെ യൂട്യൂബൊന്നുമില്ല. 43 കൊല്ലം മുമ്പ് എന്ന് പറയുമ്പോൾ എനിക്ക് 17 വയസ്സേ ഉള്ളൂ. ഞാനിതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാൻ തുടങ്ങിയിട്ടുമില്ല, ദർശനങ്ങളൊന്നും കണ്ടു തുടങ്ങിയിട്ടുമില്ല. ഞാനിത് കൃത്യമായിട്ട് ഈ സമയം നിങ്ങളോട് പറയുന്നത് ഇപ്പോൾ ഇങ്ങനെ കുറേ ശുദ്ധീകരാത്മാക്കളെ കുറിച്ച് ഈ ചേച്ചി പറയുമ്പോൾ ഇതൊക്കെ എന്തൊക്കെയാണാവോ എന്ന് വിചാരിക്കുന്നവരുണ്ടെങ്കിൽ അതുകൊണ്ടാണ് ഞാൻ ഈ വർഷം പറയുന്നത്. 43 വർഷം മുൻപ് ഒരമ്മ മരിക്കുമ്പോൾ ഉണ്ടായ അനുഭവമാണ് അവരുടെ മകള് ഇപ്പോൾ എന്നോട് പങ്കുവെച്ചത്. അപ്പം എനിക്കതൊരു ഭയങ്കര അതിശയമായി തോന്നി. അതിശയത്തേക്കാൾ ഒരു ഞാൻ പറഞ്ഞല്ലോ, ഒരു ആത്മസന്തോഷമാണ്. ആഹാ, ഇങ്ങനത്തെ അനുഭവങ്ങളൊക്കെ എത്രയോ വർഷം മുൻപ് നമ്മുടെ നാട്ടിൽ നടക്കുന്നു, പക്ഷെ ആരും അത് മനസ്സിലാക്കിയിട്ടില്ല, തിരിച്ചറിവുണ്ടായിരുന്നില്ല. സംഭവം ഇങ്ങനെയാണ്. ഈ ഫാമിലി ദൈവമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയിലുള്ളവരാണ് ഇവരുടെ അച്ഛനും അമ്മയൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് ദൈവമില്ല, ഒരു ദൈവങ്ങളും ഇല്ല ഇവർക്ക്. അങ്ങനെയാണ് കുട്ടികളെ വളർത്തിയിട്ടുള്ളത്. എന്നോട് പങ്കുവെച്ച ഈ സഹോദരി ഇപ്പോൾ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് ആയിട്ടുണ്ട് എന്നേ ഉള്ളൂ. ഇവര് ഇങ്ങനെയാണ് 43 വർഷം മുമ്പ് ഈ അച്ഛനും അമ്മയൊക്കെ ഇവരെ വളർത്തിയിട്ടുള്ളത്. അവരങ്ങനെ തന്നെയാണ്, കർശനമായിട്ട് ദൈവമില്ല എന്ന് വിശ്വസിക്കുന്നവര്. ദൈവമില്ല എന്ന് പറഞ്ഞാൽ പിന്നെ പരലോകമില്ല, ശുദ്ധീകരണ സ്ഥലമില്ല, വിധിയില്ല. അതങ്ങനെ ഇങ്ങനെയൊക്കെ വരുന്നു, ഇങ്ങനെയൊക്കെ പോകുന്നു. അതൊക്കെ അർത്ഥമില്ലാത്ത വിശ്വാസങ്ങളാണെങ്കിലും അവരങ്ങനെയാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഈ അമ്മച്ചി മരിക്കാറായിട്ട് കിടക്കുകയാണ്. അമ്മച്ചിക്ക് സംസാരിക്കാൻ പറ്റില്ല അത്രേ. സംസാരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ആ ശബ്ദത്തിനാണ് എന്തൊക്കെയോ അസ്വസ്ഥതകൾ വന്നിട്ടുള്ളത്.
ശബ്ദ സംബന്ധമായിട്ടും ശ്വാസ സംബന്ധമായിട്ടുള്ള പ്രശ്നം. അപ്പോൾ ഒന്നും സംസാരിക്കാൻ പറ്റില്ല, ഒരു വാക്ക് പോലും സംസാരിക്കാൻ പറ്റാതെ മരിക്കേണ്ട അവസ്ഥയിലായിരിക്കുകയാണ്. അപ്പോൾ മക്കളൊക്കെ അടുത്ത് നിൽക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഹോസ്പിറ്റലിൽ ഈ അമ്മ കിടക്കുകയാണ്. ഈ ചേട്ടത്തി എന്നോട് പങ്കുവെച്ച സഹോദരിയുണ്ട്, ആ സഹോദരിയുടെ അനിയത്തിയുണ്ട്, അവരുടെ ബന്ധുമിത്രാദികളൊക്കെ ഉണ്ട്. അപ്പം എന്നോട് ഈ പങ്കുവെച്ച സഹോദരി കേൾക്കുകയാണ്, അമ്മ ഉച്ചത്തിൽ സംസാരിക്കുകയാണ്. ഈ ഹോസ്പിറ്റലിൽ പൊളിയൊന്ന ഉച്ചത്തിലാണ് പറയുന്നത് എന്നാണ് പറയുന്നത്. എന്നിട്ട് പറയാ, പോ പോ പോ, എന്നെ ഒന്നും ചെയ്യല്ലേ, എന്നെ വലിക്കല്ലേ, ഞാൻ വന്നോളാം, എന്നെ വലിക്കല്ലേ എന്നാണ് പറയുന്നത്. പോ 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 എന്നാണ് പറയുന്നത്. അങ്ങനെ ഈ സഹോദരി വിചാരിച്ച ദൈവം, അന്ന് ഈ സഹോദരിക്കും ബോധ്യമില്ല ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും. അപ്പൊ ഇവള് വിചാരിച്ചു, ഇതെന്താ ഈ പറയണത്? അപ്പൊ ഈ അമ്മച്ചി പറഞ്ഞു, മോളെ ഇവരോട് പോകാൻ പറയ്, കൊമ്പും വാലും ചിറകും ഒക്കെ ഉള്ളവര് എന്നെ വലിക്കണു. ഈ അമ്മ പറഞ്ഞതാണ്, കൊമ്പും വാലും ചിറകും ഉള്ളവർ എന്നെ വലിക്കുന്നു. അപ്പോ അമ്മ അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഓളിയിട്ട സംസാരിക്കാൻ പറ്റാത്ത, ഒരു വാക്കുപോലും ഉച്ചരിക്കാൻ പറ്റാത്ത സംസാരമൊക്കെ എല്ലാം പോയി കഴിഞ്ഞ ഈ അമ്മച്ചി ഭയങ്കര ശബ്ദത്തിലാണ് ഈ പിടിച്ചുവലിയിൽ നിന്ന് മോളെ രക്ഷിക്കണേ, ഇവരോട് പോകാൻ പറയ് എന്ന് പറയുന്നത്. അപ്പൊ ഈ സഹോദരിക്ക് ഒന്നും മനസ്സിലായില്ല. ഇത് എന്തെങ്ങനെയൊക്കെ പറഞ്ഞ മരണസമയത്തെ വെപ്രാളായിരിക്കും. എല്ലാവരും ഇതിനെ അങ്ങനെ പറയാ, മരണസമയത്തെ വെപ്രാളായിരിക്കും. പ്രിയ കൂട്ടുകാരെ, അത് വെറും മരണസമയത്തെ വെപ്രാളല്ല. ഞാൻ നിങ്ങളോട് പല പ്രാവശ്യം പങ്കുവെച്ചിട്ടുണ്ടല്ലോ. മരണസമയത്ത് മാലാഖമാരും സാത്താന്റെ ശിഷ്യരും, സാത്താനുണ്ടല്ലോ പിണിയാളുകള്, അവരും ഒരു യുദ്ധം നടക്കുന്നുണ്ട്. അവിടെ തനത് വിധി അടക്കാൻ പോവുകയാണ്. ഈ ആളുടെ ആത്മാവിനെ കൊണ്ടുപോകാനുള്ള തിരക്കാണ്. മാലാഖമാര് വന്ന് ഈ ആത്മാവിനെ കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ സാത്താന്മാര് വന്നിട്ട് പറയും, ഇല്ലില്ല, ഈ ആത്മാവ് ഞങ്ങളുടെയാണ്, ഇത്ര ദുഷ്കൃത്യങ്ങൾ ഇവൻ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇവള് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഇവര് ഈ ആത്മാവ് ഞങ്ങളുടെ ആളാ, ഇത് ഞങ്ങൾക്ക് വിട്ടുതരണം എന്ന് പറയും. അപ്പോൾ മാലാഖമാര് പറയും, ഇല്ലില്ല, ഇത്രമാത്രം ദുഷ്ടതകളൊക്കെ ചെയ്തെങ്കിലും ഇന്ന സമയത്ത് സൽപ്രവൃത്തികൾ ചെയ്തിട്ടുണ്ട്, ഇന്ന സമയത്ത് അനുദപിച്ചിട്ടുണ്ട്, ദൈവത്തോട് മാപ്പ് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഇത് ഞങ്ങളുടെയാ എന്ന് പറഞ്ഞിട്ട് മാലാഖമാര് കൊണ്ടുപോകുമെന്നാ പറയുന്നത്. അങ്ങനെ പിടിച്ചു വലിക്കും. അതാണ് നമ്മുടെ ഈ തനത് വിധി മരിക്കുന്ന സമയത്തുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ടല്ലോ. നമ്മുടെ പാപങ്ങളും നമ്മുടെ നന്മകളും ഒരുപോലെ ചൂണ്ടിക്കാണിക്കുന്നൊരു സമയമാണത്. ആ സമയത്ത് നമ്മൾ വെപ്രാളപ്പെട്ട് വിറച്ചിട്ടാ നിൽക്കുക എന്ന് പറയുന്നത്. കാരണം ചിലപ്പോൾ നന്മകളൊന്നും അധികം ഉണ്ടാവില്ല, ദൈവമില്ലല്ലോ, നന്മകളൊന്നും അധികം ഉണ്ടാവില്ല. അപ്പോൾ ഈ തിന്മകളുടെ പെരുപ്പം കണ്ടു. ഇനിയിപ്പോൾ ദൈവം ഉണ്ടെന്ന് പറഞ്ഞാലും ദൈവം ഇല്ല എന്ന് പറഞ്ഞാലും വിധിക്ക് നിൽക്കുകയാണ്, വിധിയാളൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്. ഇനിയിപ്പോൾ ഇവിടെ വന്നിട്ട് പറയാൻ പറ്റില്ല ദൈവം ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും വിശ്വസിക്കൂല. അതെന്തെങ്കിലും ഹാലുസിനേഷനൊക്കെ ആണെന്ന് പറയും, എന്തെങ്കിലുമൊക്കെ തോന്നല, എന്തൊക്കെ പറയണേ എന്നൊക്കെ ചോദിക്കും. അതുകൊണ്ട് അതൊന്നും രക്ഷയില്ല, വന്ന് പറഞ്ഞാലും വിശ്വസിക്കില്ല. അപ്പം നമ്മളവിടെ തനത് വിധിയിൽ ഈ അന്തിമ സമയത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു വിറയൽ വരും. അത് നമുക്ക് സംസാരിച്ച് മനസ്സിലാക്കിക്കാനൊന്നും പറ്റില്ല, വാക്കുകളിൽ ഒതുങ്ങുന്നതല്ല ആ ഭയം. ദൈവമില്ല എന്ന് വിശ്വസിച്ച് ജീവിച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? ഇവരങ്ങനെയായിരുന്നു. അപ്പോൾ ഈ മകളോട് പറയാണ്, ഇവരോട് പോകാൻ പറയൂ, കൊമ്പും വാലും ചിറകുമുള്ളവർ എന്നാണ് ആ അമ്മച്ചി പറയുന്നത്. കൊമ്പും വാലും ചിറകുമുള്ളവർ. ഇവർ തമ്മിൽ എന്നെ പിടിച്ചു വലിക്കുക, ഇവരോട് പോകാൻ പറയുന്നു. അങ്ങനെ ഈ സഹോദരിക്ക് ഒന്നും അറിയില്ല, എന്താണാവോ മരണവെപ്രാളം എന്ന് പറഞ്ഞു. അങ്ങനെ ഈ അമ്മച്ചി മരിച്ചുപോയി. പിന്നെ കുറെ കഴിഞ്ഞപ്പോഴാണ് ഇവർക്ക് ബോധ്യം വരുന്നത്. ഈ ടോക്കുകളൊക്കെ കേട്ടപ്പോഴാണ്, അന്ന് ഞങ്ങളുടെ അമ്മച്ചി പറഞ്ഞിരുന്നു ഇതുപോലൊരു സംഭവം. എനിക്കിത് കേട്ടപ്പോൾ സമാധാനമായി. കാരണം ഈ ചേച്ചി വെറുതെ ഇരുന്ന് ഇങ്ങനെ വേറൊരു പണിയില്ലാത്തത് കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നലുണ്ടെങ്കിൽ അത് ഇവർക്കേനും മനസ്സിലായല്ലോ എന്ന് കുറേ പേർക്ക് മനസ്സിലായി. കുറേ പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇവരുടെ അനുഭവങ്ങൾ കേൾക്കുമ്പോൾ വലിയ സമാധാനമാണ്.
കാരണം ഇത്രയും പേരെങ്കിലും വിധിയുണ്ടെന്നും ശുദ്ധീകരണത്തിലുണ്ടെന്നും വിശ്വസിക്കുന്നുണ്ടല്ലോ. ആ കാരണം അവർക്കും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രിയ കൂട്ടുകാരെ, അങ്ങനെ ഈ സഹോദരി ഇപ്പോഴാണ് മനസ്സിലായത്, ഇത് അങ്ങനെയായിരുന്നു അല്ലേ അമ്മ ഈ പറഞ്ഞിരുന്നത് ഈ സംഭവമാണെന്ന്. എന്നിട്ട് ഇവരുടെ അനിയത്തിയോട് വിളിച്ച് ചോദിച്ചു. അങ്ങനെ അനിയത്തിയോട് വിളിച്ച് ചോദിച്ചു, അവളോട് ചോദിച്ചു, എടിയ നമ്മുടെ അമ്മ മരിക്കുന്ന സമയത്ത് അമ്മ ഇതുപോലെ ആശുപത്രി പൊളിയുന്ന തരത്തില് ശബ്ദത്തില് പറഞ്ഞല്ലോ, ഇങ്ങനെ എന്നെ ഇവരോട് പോകാൻ പറയേ, ഈ കൊമ്പന്മാരുള്ളവര് എന്നെ പിടിച്ചു വലിക്കുന്നൊക്കെ ഇങ്ങനെ ഓളി ബഹളിട്ട് നീയൊക്കെ എന്താ മിണ്ടാതിരുന്നത് എന്ന് ചോദിച്ചു. അപ്പൊ അനിയത്തി പറയാണ്, അതിന് അമ്മ അവിടെ കിടന്ന് ബഹളമൊന്നും വെച്ചിട്ടില്ലല്ലോ, അമ്മ ഒന്നും സംസാരിച്ചിട്ടില്ലല്ലോ, അമ്മ അങ്ങനെ മിണ്ടാതെ കിടന്ന് മരിക്കല്ലേ ചെയ്തത്, ഞങ്ങളൊന്നും കേട്ടിട്ടില്ല അമ്മ ഇങ്ങനെ ഓളി ബഹളം അടിക്കുന്നത് എന്ന്. അപ്പോഴാണ് ഈ സഹോദരിക്ക് മനസ്സിലാകുന്നത് ഇത് ആത്മീയമായിട്ടുള്ളൊരു ദർശനമായിരുന്നു ആ സഹോദരിക്ക് കിട്ടിയത്. അമ്മ ഇങ്ങനെ ഈ സഹോദരിക്ക് മാത്രമേ, അതാണ് ഇദ്ദേഹമാണ് വിശ്വാസത്തിലേക്ക് വന്നിട്ടുള്ളത് ഇപ്പോൾ. അപ്പൊ ഈ സഹോദരി മാത്രമേ ഇത് കേട്ടിട്ടുള്ളൂ, മറ്റാരും കേട്ടിട്ടില്ല. അപ്പൊ ഈ സഹോദരി അങ്ങനെ പറയുകയാണെങ്കിൽ പറയാം അവൾക്ക് തലയ്ക്ക് ഭ്രാന്താന്ന് പറയും. കാരണം അമ്മ മിണ്ടാതെ കിടക്കല്ലേ, അവരത് കാണുന്നില്ല. പ്രിയ കൂട്ടുകാരെ, ഇങ്ങനെയാണ് ചില ദർശനങ്ങളും സംഭവങ്ങളും. ചിലത് കാണും, എന്നാൽ ചില കാണലുകളുടെ പിന്നിൽ വേറെ കുറെ അർത്ഥങ്ങളുണ്ട് കേട്ടോ. എല്ലാ കാണലുകളും സത്യമാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷെ ഇതൊക്കെ വളരെ സത്യമായിട്ടുള്ള കാര്യമാണ്. ഒരു കൂട്ടർ കാണുന്നു, ഒരു കൂട്ടർ കാണുന്നില്ല. അമ്മ ഇങ്ങനെ കിടന്ന് ബഹളടിക്കുന്നു. അതെനിക്ക് തോന്നുന്നത് ഈ സഹോദരിക്ക് കൃത്യമായ ബോധ്യം കൊടുക്കാൻ സർവേശ്വരൻ ഇടയാക്കി ആളെ തിരഞ്ഞെടുത്തിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനോടനുബന്ധിച്ച് കുറേ അനുഭവങ്ങൾ ഇപ്പോൾ ശുദ്ധീകരണത്തിൻ്റെ ആൾക്കും ഇങ്ങനെ ഉണ്ടാകുന്നുണ്ട്. ആൾക്ക് മാത്രമല്ല, ഒരുപാട് ആളുകൾക്ക് ശുദ്ധീകരണ അനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതൊക്കെ പറയാനായിട്ടും നിങ്ങളോട് പങ്കുവയ്ക്കാൻ എനിക്ക് ആരോഗ്യമില്ലാതെ പോയി. എനിക്ക് ഒരുവിധം സുഖമുള്ളപ്പോഴാണ് ഞാൻ വീട്ടിലിരുന്ന് ഇത് എടുക്കുന്നത്. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഞാനിപ്പോൾ തീരെ വയ്യാത്ത അവസ്ഥയിലാണ്. 2-3 ദിവസമായിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആണ്. അങ്ങനെ പ്രശ്നങ്ങളാണ്. എപ്പോഴും ഹോസ്പിറ്റലിൽ പോയിക്കൊണ്ടിരിക്കുക. ഒന്നല്ലെങ്കിൽ ഒന്നായിട്ട് ഇങ്ങനെ ഓരോ ഇഷ്യൂസ് ഉണ്ടാകും. ഇപ്പോൾ പ്രഷർ കൂടും, അപ്പോഴേക്കും കാൽഷ്യം കുറയും, അപ്പോഴേക്കും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒരു ബാലൻസ് പോവും. അപ്പോൾ ഇതൊക്കെ എല്ലാവരും വിളിച്ച് ചോദിക്കും, ചേച്ചി അത്ര ഫ്രഷ് ആയിട്ടാണ് ഇരിക്കുന്നത്, ചേച്ചിക്ക് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലേ എന്ന്. ഞാൻ പറഞ്ഞു, ഞാൻ ഫ്രഷ് ആയിട്ട് ഇരിക്കണമെന്ന് എല്ലാവരും പറയുന്നുണ്ട്. അത് തന്നെ എനിക്ക് മനസ്സിലാകുന്നു, ദൈവാത്മാവ് എന്നിൽ പ്രവർത്തിക്കുന്നുണ്ടാകാം. ഞാൻ കാണുമ്പോൾ അത്ര ഫ്രഷ് അല്ല, നിങ്ങൾ കാണുമ്പോൾ നല്ല ഫ്രഷാണ്. പിന്നെ വല്ല കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കണം. എനിക്ക് ഒരു കുഴപ്പമില്ല, എനിക്ക് ആമാശയം ഇല്ല എന്നുള്ള കുഴപ്പമേ ഉള്ളൂ. പിന്നെ ഞാൻ ഇങ്ങനെ സ്പ്രെഡിങ് ടൈപ്പ് ക്യാൻസർ എൻ്റെ ആമാശയത്തിൽ ഉണ്ടായിരുന്നു. അത് ഓപ്പറേഷൻ ചെയ്തു, നീക്കി, ആമാശയം ഫുൾ പോയി. അത്ര കുഴപ്പമുള്ളൂ, വേറെ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല എന്ന് ഞാൻ തമാശയ്ക്ക് പറയാറുണ്ട്. ഓരോ 3 മാസവും ഇപ്പം അടുത്ത സ്കാനിങ് കഴിഞ്ഞ് വന്നേ ഉള്ളൂ. ഓരോ 3 മാസത്തിലും സ്കാൻ ചെയ്യണം. കാരണം ഞാനിപ്പോൾ ജീവിക്കുന്നത് ക്യാൻസറിൻ്റെ ഒരു മരുന്നുകളില്ലാതാണ് കേട്ടോ. കാരണം 7ാമത്തെ കീമോതെറാപ്പി കഴിഞ്ഞപ്പോൾ എൻ്റെ ബോഡി മരുന്നുകളൊക്കെ റിജക്റ്റ് ചെയ്യാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ ക്യാൻസറിൻ്റെ മരുന്നുകളൊന്നും ഇല്ലാതെയാണ് ഞാൻ ജീവിക്കുന്നത്. എല്ലാവരും എന്നോട് ചോദിച്ചു, മരുന്നുകൾ വരുന്നുണ്ടോ? സാധാരണ ക്യാൻസറിന് 4-5 വർഷത്തേക്കൊക്കെ മരുന്ന് കൊടുക്കുമല്ലോ, അത് ക്യാൻസർ രോഗികൾക്കറിയാം. എനിക്ക് യാതൊരു മരുന്നുമില്ല, ആകെ ഒരു തെറാപ്പി ഉള്ളൂ, ഹോളി ബ്ലഡ് തെറാപ്പി. അത് കുർബാനയ്ക്ക് പോകാനായിട്ട് മാക്സിമം ഞാൻ നോക്കും. ഞാൻ വില കൊടുത്ത് പോകുന്ന ഒരു കാര്യം പരിശുദ്ധ കുർബാനയ്ക്കാണ്. ബാക്കി എല്ലാ യാത്രകളും ഒഴിവാക്കി അങ്ങനെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. അപ്പം അതുകൊണ്ട് ഞാൻ ഈ അസുഖമായിരിക്കുന്ന അവസ്ഥയിലും എപ്പോഴെങ്കിലും എനിക്ക് കുറച്ച് ഫ്രഷായിട്ട് തോന്നുമ്പോൾ ഓടി വന്നൊരു വീഡിയോ ഇടും, ഇവരുടെ അനുഭവം പങ്കുവയ്ക്കും. അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരുന്നത്. പ്രിയ സഹോദരങ്ങളെ, ഈശോ നമ്മെ ബോധ്യപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഒരേ ഒരു കാര്യം, നിത്യജീവിതം മുന്നിൽ കണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ. എല്ലാവർക്കും വിശുദ്ധനാകാം, വിശുദ്ധയാകാം എന്നൊന്നും ഞാൻ പറയുന്നില്ല. നമുക്ക് പറ്റില്ലെങ്കിലും നമ്മൾ എപ്പോഴും ട്രൈ ചെയ്തുകൊണ്ടിരിക്കണം. നന്മയും തിന്മയും തമ്മിലുള്ള യുദ്ധമാണ് ഈ ജീവിതം. നമ്മുടെ മുമ്പിലും മരണം എപ്പോഴും ഉണ്ട്. ഇന്ന് രാവിലെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് മരിച്ചതായിട്ട്, വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ പ്രാർത്ഥനയിൽ വന്നിട്ടുള്ള ഒരു സഹോദരിയാണ്. 65 വയസ്സുണ്ട്. പക്ഷെ ആള് ഭയങ്കര ഹെൽത്തി ആയിരുന്നു, ഭയങ്കര ഫ്രഷ് ആയിരുന്നു. ഇന്ന് രാവിലെ പുലർച്ചെ 3 മണിക്കാണ് ഞാൻ അറിയുന്നത് അവർ മരിച്ചു എന്ന്. അപ്പം എൻ്റെ ക്യാൻസറൊക്കെ കണ്ടിട്ട് അവർ വേവലാതിപ്പെട്ടിട്ടുണ്ടാകാം.
എനിക്കറിയില്ല. കാരണം എനിക്ക് എല്ലാവർക്കും അറിയാലോ, ഇപ്പം ഇത്രയും വലിയൊരു മാരകമായ ഒരു ക്യാൻസറാണ് ആലിസ് ചേച്ചിയുടെ ജീവിതത്തിലുണ്ടായി എന്നറിഞ്ഞ് വിഷമിച്ചിട്ടുള്ളവരാണ്. അവരിതേ പോയി കർത്താവിൻ്റെ അടുത്ത്. ഇത്രയേ ഉള്ളൂ. പ്രിയ സഹോദരങ്ങളെ, ഞാൻ ഒന്നുകൂടി നിങ്ങൾക്ക് ബോധ്യം തരുന്നത് ഈ ഓരോ അനുഭവത്തിലൂടെ മരണം നമ്മുടെ വാതിക്കലുണ്ട്. മരണസമയത്ത് ഒരു പിടിച്ചുവലിയുണ്ട്. നന്മയും തിന്മയും ചെയ്യുമ്പോൾ സൂക്ഷിക്കണം. നന്മ ചെയ്ത് നന്മയുടെ അളവ് കൂട്ടണം. പ്രാർത്ഥനയുടെ അളവ് കൂട്ടണം. സഹനം ആത്മാക്കളെ രക്ഷിക്കുന്ന നമ്മുടെ പാപപരിഹാരത്തിനായിട്ട് കാഴ്ചവെക്കണം. കാരണം തനത് വിധിയുടെ സമയത്ത് ഇതുപോലെയായിരിക്കും നമ്മൾ ഭയപ്പെട്ടിരിക്കുക. ഇത് ഭയപ്പെടുത്താൻ പറയുന്നതല്ല. എൻ്റെ അപ്പൻ മരിക്കുമ്പോൾ ഈ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് പങ്കുവെച്ചിട്ടുണ്ട്. കൂട്ടുകാരെ, നമുക്ക് ഒന്നുകൂടെ നമ്മുടെ ജീവിതം ക്രമപ്പെടുത്താൻ ഈ 2025 നമുക്ക് ശ്രദ്ധിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.